വെൽക്കം ടു സിനിമോസഫി. നമ്മളെല്ലാവരും ഭയക്കുന്ന, ആർക്കും പിടിച്ചു നിർത്താനാവാത്ത ഒരേ ഒരു സത്യം, അതാണ് സമയം. എന്നാൽ ആ സമയത്തെ തന്റെ വിരൽത്തുമ്പിലിട്ട് കറക്കിയ ഒരു മനുഷ്യനുണ്ട്. നിയമങ്ങൾ ലംഘിക്കുന്നതിലല്ല, പുതിയ നിയമങ്ങൾ എഴുതി ചേർക്കുന്നതിലാണ് ത്രില്ലെന്ന് പറഞ്ഞ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. അദ്ദേഹത്തിന് സിനിമ വെറും ഒരു വിനോദമല്ല, അതൊരു പസിലായിരുന്നു. നമ്മൾ പ്രേക്ഷകർ കൂടി ചേർന്ന് പൂരിപ്പിക്കേണ്ട ഫിലോസഫിക്കലായ, സയന്റിഫിക്കലായ ഒരു പസിൽ. അച്ഛന്റെ പഴയ 8mm ക്യാമറയിൽ കളിപ്പാട്ടങ്ങളെ വെച്ച് കഥ പറഞ്ഞു തുടങ്ങിയ ഒരു കൊച്ചുകുട്ടി ഇന്ന് ലോക സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ടൈം, മെമ്മറീസ്, ഐഡന്റിറ്റി, ഈ മൂന്ന് ആശയങ്ങളെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തിയാണ് നോളൻ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും നിർമ്മിക്കാറുള്ളത്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള സംവിധായകരിൽ ഒരാളായി നോളനെ പരിഗണിക്കാനും കാരണം അതുതന്നെയാണ്. അടിസ്ഥാനപരമായി നമ്മൾ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മയും സമയവും നമ്മുടെ അസ്തിത്വവും. ഈ മൂന്നിനെയും വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടുകയാണ് നോളൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശ്വവിഖ്യാത സംവിധായകൻ നോളനെ കുറിച്ചും എങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ ചിന്തകളെ ഹൈജാക്ക് ചെയ്യുന്നത് എന്നുമാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. 1970 ജൂലൈ 30 ലണ്ടനിലാണ് ക്രിസ്റ്റഫർ നോളൻ ജനിക്കുന്നത്. പിതാവ് ബ്രണ്ടൻ ജെയിംസ് നോളൻ ഒരു പരസ്യ കമ്പനിയിലെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. അമ്മ ക്രിസ്റ്റീന ഒരു ടീച്ചറായിരുന്നു. നോളനടക്കം 3 മക്കളായിരുന്നു അവർ. ഏറ്റവും ഇളയ സഹോദരൻ ജൊനാർദൻ നോളനും ഇന്ന് ഫിലിം മേക്കറാണ്. ചെറുപ്പം മുതലേ ക്യാമറയോട് നോളന് വല്ലാത്ത ആകർഷണമുണ്ടായിരുന്നു. പിതാവിന്റെ 8mm ക്യാമറ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഒരുപക്ഷെ നോളനായിരിക്കും. കളിപ്പാട്ടങ്ങൾ നിരത്തി അതിൽ നിന്നൊരു കഥ മെനഞ്ഞ് ഷൂട്ട് ചെയ്യുക എന്നതായിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നോളന്റെ പ്രധാന വിനോദം. ഷൂട്ട് ചെയ്യുക എന്ന പ്രവൃത്തിയിൽ കുട്ടിയായ നോളൻ അതിരില്ലാത്ത ആനന്ദം കണ്ടെത്തി. റിഡ്ലി സ്കോട്ട് ആയിരുന്നു കുട്ടിക്കാലത്ത് നോളൻ ഏറെ ആരാധിച്ചിരുന്ന സംവിധായകൻ. അദ്ദേഹത്തിന്റെ എ സ്പേസ് ഒഡീസി നോളനെ വളരെയധികം സ്വാധീനിച്ച സിനിമയാണ്. അതിന്റെ നിർമ്മാണം എങ്ങനെയായിരുന്നു എന്നാണ് ആ സിനിമ കണ്ടുകഴിഞ്ഞ് വർഷങ്ങളോളം നോളൻ റിസർച്ച് ചെയ്തത്. 11ാം വയസ്സിൽ തന്നെ താൻ ഒരു സംവിധായകനാകുമെന്ന് നോളൻ ഉറപ്പിച്ചിരുന്നു. കൗമാരത്തിൽ തന്നെ ആദ്യ ഷോർട്ട് ഫിലിം നോളൻ പുറത്തിറക്കി. 1989 ഇറങ്ങിയ ടെറന്റല എന്ന ഷോർട്ട് ഫിലിമാണ് നോളൻ ആദ്യം ചെയ്യുന്ന ഷോർട്ട് ഫിലിം. 1993 യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി പുറത്തിറങ്ങിയതോടെയാണ് ഫിലിം മേക്കർ എന്ന രീതിയിലുള്ള നോളന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. സ്ക്രിപ്റ്റ് റൈറ്ററായും ക്യാമറ ഓപ്പറേറ്ററായിട്ടുമൊക്കെയായിരുന്നു നോളന്റെ തുടക്കം. 96 ലാർസനി എന്നൊരു ഷോർട്ട് ഫിലിം നോളൻ എടുക്കുന്നുണ്ട്. കാംബ്രിഡ്ജ് ഫിലിം ഫെസ്റ്റിവലിൽ ഈ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചിരുന്നു. 97 ഡൂഡിൽ ബഗ് എന്നൊരു ഷോർട്ട് ഫിലിം നോളൻ നിർമ്മിക്കുന്നുണ്ട്. നായകന്റെ ഷൂവിൽ ഒരു ഇൻസെക്ട് കടന്നുകൂടുന്നതും അവസാനം നായകന്റെ മിനിയേച്ചർ തന്നെയാണ് ആ ഇൻസെക്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് ഡ്യൂഡിൽ ബഗിന്റെ ഇതിവൃത്തം. 1998 നോളൻ തന്റെ ആദ്യ ഫീച്ചർ ഫിലിം ചെയ്യുന്നത്. ഫോളോവിംഗ് എന്ന സിനിമയാണ് നോളന്റെ ആദ്യ ഫീച്ചർ ഫിലിം. ഈ സിനിമയുടെ എഴുത്ത്, സംവിധാനം, ക്യാമറ, എഡിറ്റിംഗ്, കോ പ്രൊഡ്യൂസിംഗ് അങ്ങനെ എല്ലാം നോളൻ തന്നെയായിരുന്നു. ചെറിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമ നിരൂപണ ശ്രദ്ധ പിടിച്ചുപറ്റി. ഹിച്ച്കോക്കിയൻ എക്കോ എന്നാണ് പലരും ഈ സിനിമയെക്കുറിച്ച് അന്ന് അഭിപ്രായപ്പെട്ടത്. എന്നാൽ നോളന്റെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ മൊമന്റോ ആയിരുന്നു. നോളനെ ഇന്നത്തെ നോളനാക്കി തീർത്ത സിനിമയാണ് മൊമന്റോ. ഓർമ്മ എന്നത് ഒരു വഞ്ചനയാണ്. നോളന്റെ കരിയറിലെ ആദ്യകാല മാസ്റ്റർ പീസായ മൊമന്റോ നമ്മളോട് പറഞ്ഞത് ഇതാണ്. ലിയാനോഡ് ഷെൽബി എന്ന നായകൻ ഓരോ 15 മിനിറ്റിലും തന്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ആളാണ്. ശരീരത്തിൽ പച്ചകുത്തിയ വാചകങ്ങളെ മാത്രം വിശ്വസിച്ചാണ് അയാൾ ജീവിക്കുന്നത്. ഇന്റൻസായ മേക്കിംഗ് കൊണ്ട് പ്രേക്ഷകരായ നമ്മളെയും അതേ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നോളന് സാധിച്ചു. കഥയെ പിന്നോട്ട് സഞ്ചരിപ്പിച്ചുകൊണ്ട് നായകന്റെ നിസ്സഹായത അദ്ദേഹം നമ്മളിലേക്ക് പകർന്നു തന്നു. സത്യമേതാണ്, മിഥ്യ ഏതാണ് എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു ലോകത്ത് സ്വന്തം വ്യക്തിത്വം തേടുന്ന മനുഷ്യന്റെ വേദനയായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. ബാറ്റ്മാൻ സിനിമകളിലൂടെ സൂപ്പർ ഹീറോ ജോണറിൽ വലിയ വിപ്ലവമാണ് നോളൻ നടത്തിയത്. സൂപ്പർ ഹീറോ സിനിമകൾ കുട്ടിക്കളിയായി മാത്രം കണ്ടിരുന്ന ഒരു ലോകത്തേക്കാണ് നോളൻ ബാറ്റ്മാനുമായി കടന്നു വന്നത്. ബാറ്റ്മാൻ ബിഗിൻസ്, ദ ഡാർക്ക് നൈറ്റ് റൈസസ്, ഈ 3 സിനിമകളും വെറും സൂപ്പർ ഹീറോ സിനിമകൾ മാത്രമല്ല, മറിച്ച് ധാർമ്മികവും സാമൂഹികവുമായ സങ്കീർണതകൾ ചർച്ച ചെയ്യുന്ന കനമുള്ള സിനിമകളാണ്. അരാജകത്വത്തിന്റെ പ്രതീകമായ ജോക്കറും നീതിക്ക് വേണ്ടി പോരാടുന്ന ബാറ്റ്മാനും. നിങ്ങളൊരു നായകനായി മരിക്കുക, അല്ലെങ്കിൽ സ്വയം ഒരു വില്ലനാകുന്നതുവരെ ജീവിക്കുക. ഈ വരികൾ സിനിമയിൽ വെറും ഡയലോഗ് മാത്രമായിരുന്നില്ല, അത് മനുഷ്യന്റെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ചുള്ള നോളന്റെ ഫിലോസഫിക്കൽ നിരീക്ഷണങ്ങളായിരുന്നു. അമേരിക്കൻ സൂപ്പർ ഹീറോ സിനിമകളെ കീഴ്മേൽ മറിക്കുന്ന സിനിമകളായിരുന്നു ഇവ 3. പിന്നീടിറങ്ങിയ സൂപ്പർ ഹീറോ സിനിമകളിൽ ഈ 3 സിനിമകളുടെ സ്വാധീനവും നമുക്ക് കാണാനാകും. ജോക്കർ എന്ന കഥാപാത്രത്തെ നോളനേക്കാൾ മികച്ചതാക്കി
ആരും സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടില്ല. ഒരുപക്ഷെ നോളൻ വിചാരിച്ചാൽ പോലും ഇനി അതിന് സാധിക്കുകയുമില്ല. 2006 ഇറങ്ങിയ നോളന്റെ ദ പ്രസ്റ്റീജ് രണ്ട് മാന്ത്രികർ തമ്മിലുള്ള കിടമത്സരത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചോദ്യങ്ങളാണ് പ്രസ്റ്റീജ് മുന്നോട്ട് വെക്കുന്നത്. ഒരു മാജിക് ട്രിക്കിന് 3 ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ദ പ്ലഡ്ജ്, ദ ടൈഡ്, ദ പ്രസ്റ്റീജ്. ഈ 3 ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നോളൻ പ്രസ്റ്റീജ് എന്ന സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. 2010 നോളൻ തന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ പസിൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. അതെ, ഇൻസെപ്ഷൻ. ഒരാളുടെ സ്വപ്നത്തിലേക്ക് നുഴഞ്ഞു കയറി ഒരു ചിന്തയെ നട്ടുപിടിപ്പിക്കുന്ന സിനിമ. 5 തട്ടുകളിലായി ക്രമീകരിച്ച സ്വപ്നലോകം, അതാണ് ഇൻസെപ്ഷൻ. ഇവിടെയും നോളൻ സാങ്കേതിക വിദ്യയ്ക്ക് മുകളിൽ വികാരങ്ങളെ പ്രതിഷ്ഠിച്ചു. ഈ സിനിമയുടെ കാതൽ ആ സങ്കീർണമായ സ്വപ്നങ്ങളല്ല, മറിച്ച് മരിച്ചുപോയ തന്റെ ഭാര്യയെ ഓർത്ത് നീറുന്ന കുട്ടികളുടെ മുഖമൊന്ന് കാണാൻ കൊതിക്കുന്ന കോബ് എന്ന മനുഷ്യന്റെ കുറ്റബോധമാണ്. അവസാനം ആ പമ്പരം വീഴുമോ അതോ കറങ്ങിക്കൊണ്ടേയിരിക്കുമോ എന്നതല്ല പ്രധാനം, മറിച്ച് കോബ് ആ പമ്പരത്തെ നോക്കാതെ തന്റെ കുട്ടികളുടെ അടുത്തേക്ക് നടന്നു നീങ്ങി എന്നതാണ്. ഏത് യാഥാർത്ഥ്യത്തെക്കാളും വലുതാണ് സ്നേഹമെന്ന് നോളൻ ഈ സിനിമയിലൂടെ അടിവരയിട്ടു. 2014 ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്ക് നോളൻ ക്യാമറ തിരിച്ചപ്പോൾ ജനിച്ചത് ഇന്റർസ്റ്റെല്ലാറാണ്. ബ്ലാക്ക് ഹോളുകളുടെയും ക്വാണ്ടം ഫിസിക്സിന്റെയും സങ്കീർണതകൾക്കിടയിലും അദ്ദേഹം പറഞ്ഞത് അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ്. നോളൻ ലിറ്ററേച്ചർ പഠിച്ചതിന്റെ ഗുണം ഇന്റർസ്റ്റെല്ലാർ പോലുള്ള സിനിമകളിൽ നമുക്ക് കാണാനാകും. എത്ര സങ്കീർണതയുള്ള വിഷയമാണ് സംസാരിക്കുന്നതെങ്കിലും അതിലെല്ലാം സാഹിത്യ ഭംഗി കൊണ്ടുവരാനുള്ള നോളന്റെ കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതുവരെ ഹോളിവുഡിൽ ഇറങ്ങിയ സയൻസ് ഫിക്ഷൻ സിനിമകളായിരുന്നില്ല നോളന്റേത്. സമയത്തിനും സ്ഥലത്തിനും അതീതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം സ്നേഹമാണ്. നോളൻ നൽകിയ ഈ തിരിച്ചറിവ് സയൻസ് ഫിക്ഷൻ സിനിമകൾക്ക് ഒരു പുതിയ മാനം നൽകി. പിന്നീട് 2017 ഡൺകിർക്ക് റിലീസായി. ഈ സിനിമയിൽ നോളൻ ഡയലോഗുകളെ പാടെ ഒഴിവാക്കി. അവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് സർവൈവൽ എന്ന ഒറ്റ ലക്ഷ്യം മാത്രം. ഡൺകിർക്കിന് ശേഷം നോളൻ തിരിഞ്ഞത് ചരിത്രത്തിലേക്കാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് തന്നത് ചരിത്ര പുസ്തകം പോലുള്ള ഒരു സിനിമയല്ല, മറിച്ച് മാനവരാശിയുടെ ഏറ്റവും വലിയ ധാർമ്മിക പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയായിരുന്നു. ലോകം അവസാനിപ്പിക്കാനുള്ള ശക്തി മനുഷ്യന് കൈവന്ന നിമിഷം. നോയിസും സൈലൻസും ഉപയോഗിച്ച് അതിന്റെ തീവ്രത പ്രേക്ഷകരെ അനുഭവിപ്പിക്കാൻ നോളനായി. ഓപ്പൺഹൈമറിലൂടെ അദ്ദേഹം നമ്മളോട് ചോദിച്ചത് ഒറ്റ ചോദ്യമാണ്. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ലോകത്തെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒന്ന് കണ്ടെത്തുന്നു. നിങ്ങൾ ആ റിസ്ക് ഏറ്റെടുക്കുമോ? ആറ്റം ബോംബിന്റെ പിതാവായ റോബർട്ട് ഓപ്പൺഹൈമറുടെ മനസ്സിലെ യുദ്ധമായിരുന്നു ആ സിനിമ. ഒരു സയന്റിസ്റ്റിന്റെ വിജയത്തേക്കാൾ മനുഷ്യന്റെ പരാജയവും കുറ്റബോധവുമാണ് നോളൻ നമുക്ക് കാണിച്ചു തന്നത്. ഒരർത്ഥത്തിൽ ഈ 2 സിനിമകളും തുടർച്ചയാണ്. ഡൺകിർക്ക് ശരീരത്തിന്റെ അതിജീവനമായിരുന്നുവെങ്കിൽ ഓപ്പൺഹൈമർ മനസ്സിന്റെ അതിജീവനമായിരുന്നു. ഇനി വരാനുള്ളത് ഒഡീസിയാണ്. 2026 ജൂലൈയിൽ സിനിമ റിലീസാകും. ഹോമറിന്റെ ഇതിഹാസ കാവ്യത്തിന് നോളൻ നൽകുന്ന ചലച്ചിത്ര ഭാഷ്യം കാണാൻ കാത്തിരിക്കുകയാണ് സർവ്വ സിനിമാ പ്രേമികളും. നോളന്റെ ട്രോജൻ വാർ എങ്ങനെയാകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഏതൊരു സിനിമയും അവസാനിക്കുന്നത് ദ എൻഡ് എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോഴാണ്. എന്നാൽ നോളന്റെ ഓരോ സിനിമയും തുടങ്ങുന്നത് അവിടെ മുതലാണ്. സിനിമ കണ്ട് പ്രേക്ഷകന്റെ ചിന്തകൾക്ക് തീ പിടിക്കുമ്പോഴാണ് നോളന്റെ ഓരോ സിനിമകളും തുടങ്ങുന്നത്. സിനിമ എന്ന കലാരൂപത്തെ ഒരു മാന്ത്രിക വിദ്യയാക്കി മാറ്റിയ നോളന്റെ അടുത്ത മായാജാലത്തിൽ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും നോളൻ സിനിമകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.